മോഷ്ടാക്കളെ നാം കള്ളന്മാരെന്ന് വിളിക്കുന്നു. മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അപഹരിക്കുന്ന കള്ളന്മാരെ നാം ധാരാളമായി നമ്മുടെ സമൂഹത്തിൽ കാണുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ കള്ളൻ ആരെന്ന് ചോദിച്ചാൽ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായി കടന്നു വരുന്ന പിശാചാണവൻ. ഈ കള്ളൻ മോഷ്ടിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമക്കളുടെ ഒരു സ്വത്തത്രേ സമാധാനം. ദൈവമക്കൾക്ക് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു സമ്പത്താണ് ക്രിസ്തു നൽകിയ സമാധാനം. ഈ സമാധാനത്തെ അപ്പാടെ അപഹരിക്കുവാൻ പിശാചിന് കഴിയുകയില്ല എങ്കിലും സമാധാനത്തിൻ്റെ വീര്യം കെടുത്തുവാൻ പര്യാപ്തമായ ആശങ്കകളും ആകുലതകളും വേവലാതികളും ഒരു ക്രിസ്തുവിശ്വാസിയുടെ ഉള്ളിലിടുവാൻ പിശാച് പരിശ്രമിക്കുകയും അതിനാൽ ഭരിക്കപ്പെടുവാൻ തന്ത്രങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. സാഹചര്യങ്ങളുടെയും സംഭവങ്ങളുടെയും സമ്മർദ്ദത്താൽ ആശങ്കകളും ആകുലതകളും വേവലാതികളും ദൈവമക്കളുടെയും ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ഇവയെ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ അനുവദിക്കുന്ന പക്ഷം അവ നമ്മെ വാഴുവാൻ ആരംഭിക്കും. പിന്നത്തേതിൽ ക്രിസ്തു സമാധാനം അനുഭവിപ്പാൻ കഴിയാത്ത അവസ്ഥ കടന്നു വരുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവം തിരുവചനത്തിൽ കൂടി നമുക്ക് തന്ന വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കുക. തിരുവചനം പറയുന്നു, യെശയ്യാവിൻ്റെ പുസ്തകം 26-ാം അധ്യായം 3-ാം വാക്യം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. 29-ാം സങ്കീർത്തനം 11-ാം വാക്യം, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദൈവം നമ്മെ സമാധാനത്തിൽ കാക്കും എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മെ സമാധാനം നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലൂടെ ദൈവസമാധാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. 2, നമുക്ക് ലഭിച്ച ദൈവസമാധാനം നമ്മെ വാഴുവാൻ നാം പൂർണ്ണമായി അനുവദിക്കുക. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം, ലെറ്റ് ദി പീസ് ഓഫ് ക്രൈസ്റ്റ് റൂൾ ഇൻ യുവർ ഹാർട്ട്സ്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തു സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ തുടങ്ങിയാൽ ആശങ്കകൾക്കും ആകുലതകൾക്കും വേവലാതികൾക്കും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരിക്കുകയില്ല. പിന്നെ പിശാചെന്ന കള്ളന് കൈയും കെട്ടി നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിയൂ. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നത് ക്രിസ്തു സമാധാനമാണെന്ന് ഇന്ന് ഉറക്കെ പ്രഖ്യാപിക്കാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.